താങ്ക് യു. കാരണം എന്താ പറയുന്നത് പറയില്ലേ, ഈ നിമിഷം നമ്മൾ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും ഈ എന്താ പറയുക, നമ്മളെല്ലാവരും ഇത്ര നാളല്ലേ എനിക്കിപ്പോൾ ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും ഏറ്റെടുത്തേക്ക്. അപ്പം എന്താ പറയണ്ടേ? സീൻ മാറ്റെന്ന് പറഞ്ഞാണല്ലോ, സീൻ മാറ്റി. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയുക, മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിൻ്റെ ഡൈനാമിക് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ സീറ്റിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇമോഷൻ ഞാൻ കുറച്ച് കാരണം സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയെല്ലാം ശരിക്കും ഭയങ്കര ബേസ്. ആദ്യം വന്നവർക്ക് ഇത്രയും ക്യാമറകൾ, ഇത്രയും ആൾക്കാർ, അതിനാദ്യം വലിയൊരു നന്ദി. ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റി. ആസ് എ ഫിലിം മേക്കർ ഐ ആം വെരി ഹാപ്പി. ആൻഡ് ആദ്യം നന്ദി ടു ദ ഹോൾ ക്രൂ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ വലിയ ഒരു പരിപാടിയാവും. അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ദ ഓഡിയൻസ് and above all that the real Manual boys അവരുള്ളതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അവർ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ആൻഡ് ക്ലാപ്സ് ടു ദാറ്റ് ബോയ്സ്. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത്. കൊച്ചിയിലെ ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത്. സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും അതിപ്പോ നമ്മൾ എഡിറ്റിന്റെ ഒരു മ്യൂസിക് ചെയ്യുമ്പോഴേ. അപ്പൊ അത് ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരി. നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും ഹൈറ്റുള്ള ഒരു സ്ഥലം, നമ്മൾ അത്രയും വലിയൊരു സ്ഥലം, അതിൻ്റെ കുഴികൾ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ സക്സസ് ആയി ഭയങ്കര ആയിട്ടുള്ള സന്തോഷമാണ്. സിനിമയോടൊപ്പം നിന്ന് ആ സിനിമയിൽ നമ്മളെ പാർട്ടി കൂടി അതിൽ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ഭുതമായിരുന്നു. മറ്റ് ആർട്ടിനെ അത് ചെയ്തു വെച്ചതെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കില്ല. എല്ലാ ആളുകളും സ്ക്രീനിൽ മാത്രമാണ് ലോഗോ മാത്രം കാണുന്നത്. ഓൺലൈൻ സപ്പോർട്ടേഴ്സ് അപ്പൊ എല്ലാവർക്കും നന്ദി. ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിലായിട്ട് കാരണം അത് നിങ്ങൾക്ക് ഏതാണ് എന്ന് മനസ്സിലാവില്ല. ഇതില് അതാണ് അജയന്റെ വിജയം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ശരിക്കും സന്തോഷത്തെക്കാളുപരി ഒരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ, ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രൗഡ് മൊമെന്റ് നിൽക്കുന്നത്. സോ പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ പടം കാണാം. താങ്ക് യു സോ മച്ച്. ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേൾക്കുന്നുണ്ടോ? അപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മളൊരു സിനിമ എന്താണ് ഇപ്പൊ സുഷി പറഞ്ഞു മലയാള സിനിമയുടെ സീൻ മാറ്റുന്നത്. അപ്പൊ അല്ല അപ്പൊ അങ്ങനെ അങ്ങനെ എന്താണെന്ന് കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചാൽ സിനിമയിൽ വർക്ക്
വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കും, ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്റ്റ് ചെയ്ത് ചെയ്തുവാണെങ്കിലും നമുക്കതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ടച്ചായി ചില സീനിലൊക്കെ ഞാൻ കാര്യമില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പം ഇത്രയും വർഷമായിട്ട് അപ്പം ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളിലോടത്തോളം നിലനിൽക്കും. ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ജനുവിനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാളം സിനിമയിൽ ഉള്ളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ, ഇത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പറയുന്ന ഒരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കിടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഭിക്കാണ് പണം പ്രൊഡ്യൂസ് ചെയ്ത് അല്ല അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ സൗഭിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ സിനിമ എന്താണെന്ന് അറിയണം, ഈ സിനിമ മുൻകൂട്ടി കാണണം. ഈ സിനിമ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം, എന്തായിരിക്കും ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുടക്കിയത് ഈ സിനിമയ്ക്ക് അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് ഉറപ്പായിട്ട് മനസ്സിന് സൗഭിക്ക് താങ്ക് യു. പിന്നെ ഇതിൽ കാസ്റ്റ് ചെയ്ത് ഗണപതി എപ്പോഴും ഞാൻ എന്നെ കാസ്റ്റ് ചെയ്ത് അപ്പോൾ ഗണപതിക്ക് താങ്ക് യു. കാരണം ഈ സിനിമ നിലനിൽക്കും, അത് 100% ഉറപ്പാണ്. താങ്ക് യു. നമസ്കാരം. വളരെയധികം എല്ലാം ഈ സിനിമ കാണുക. ഈ സിനിമ ദി ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന് ഡെഡിക്കേറ്റ് ചെയ്തു നമ്മളെല്ലാവരും. അപ്പം അവരുടെ കഥ ചിത്തു വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ശൈലുക്ക, സൗഭിക, സുഷിൻ എല്ലാവരും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹം വേണം. താങ്ക് യു സോ മച്ച്. പടം കാണാൻ താങ്ക് യു. சில பேருக்கு லாங்குவேஜ் புரியாமல் இருக்கலாம். தமிழ் இருந்தாலும் நம்ம சொல்ல வர விஷயம் இந்த படத்தில் நான் ரொம்ப தேங்க்ஸ் பண்ணிக்கிறது சித்து சார், அப்புறம் என்னோட ப்ரொடியூசர் சவுன் சார், அப்புறம் என்னோட காஸ்டியூம் டைரக்டர், ஆர்ட் டைரக்டர், இதுக்கு மேலே என்னுடைய கேமராமேன், என்னுடைய மியூசிக் டைரக்டர், ஆல் ஆஃப் என்னுடைய வாய்ஸ். இவங்க இது சில இடங்களில் அடித்ததெல்லாம் ஒரிஜினலாகவே தான் அவங்க மேலே பட்டது. அதுக்கெல்லாம் இந்த இடத்துல சாரி சொல்லிக்கிறேன். அப்புறம் இந்த படம் வந்து எல்லாருமே வந்து இன்னைக்கு இவ்வளவு தூரம் ஆடியன்ஸ்க்கு கொண்டு சேர்த்துருக்குன்னா இந்த படத்துக்கு முன்னாடி ஒரு ப்ரொடியூசருக்கு எவ்வளோலாம் பேலன்ஸ் பண்ணியிருக்காங்கிறது இதில் ஒரு பெரிய விஷயம் இருக்கு. ஏன்னா மார்னிங் அந்த லிஸ்ட்டில் இந்த 11 பேரும் அந்த 7 o'clock அங்கே ஷூட்டிங் ஸ்பாட்டில் அசம்பிள் ஆகும். இதுக்கு இவங்க 4 o'clock அந்த ஸ்பாட்டுக்கு வந்தாகும். இந்த 4 o'clock வந்தாங்கன்னாக்கா அந்த லிஸ்ட்டு வெளியில் போகிறக்குள்ளேயே இந்த ஷார்ட் எடுத்து முடிச்சாகும். அந்த ஷார்ட் 2 hours தான் எடுக்க முடியும். அப்புறம் பிரேக் விட்டுருவாங்க. அப்புறம் பிரேக் விட்டு ஈவினிங் தான் அது ஒரு 2 hours தான் ஷூட் போகும். ஸோ இதை ப்ரொடக்ஷன் பண்ணுறதுக்கு எவ்வளோ பெரிய தைரியம் வேணுங்கிறதுக்கு சௌபின் சார் உண்மையிலேயே அப்புறம் அந்த குகைக்குள்ள எல்லா ஆர்டிஸ்டும் ஒரே ஷாட்ல இருந்தாலும் ஒரு ஆளுக்கு ஏதாவது ஃபீவர் இந்த மாதிரி ஏதாவது ப்ராப்ளம் வந்தோம்னா அந்த தொடர் ஷூட் போக முடியாது. ஸோ இந்த மாதிரி எல்லாம் அந்த படம் ரொம்ப இயற்கையோட பல சுச்சுவேஷனை தாண்டி தான் இந்த மூவி வந்திருக்கு. இது கேரளா ஆடியன்ஸில் வேர்ல்ட் ஆஃப் எல்லாருக்குமே கனெக்ட் ஆகக்கூடிய ஒரு படம். எல்லா இடத்துலையுமே நீங்க கேமராமேன்லயே ஒரு 6 மஞ்சுமேல் பாய்ஸ் இருப்பீங்க, அந்த மாதிரி தான் இந்த படம். ஸோ அந்த மாதிரி ஒரு எல்லா இடத்துலையும் இருக்கக்கூடிய ஃப்ரெண்ட்ஸ்களுக்கு இது கனெக்ட் ஆகும். நீங்க வந்திருக்கிற எல்லாரும் இந்த படத்தை அடுத்த கட்டத்துக்கு மூவ் பண்ணணும். தேங்க்யூ தேங்க்யூ தேங்க்யூ. எல்லாருக்கும் வணக்கம். நான் இதான் ஃபர்ஸ்ட் டைம் மைக்கில் பேசுகிறேன். இதை தப்பாக இருந்தாலும் மன்னிச்சுக்கிறேன். நீங்கள் எல்லாம் பார்த்துருப்பீங்க. தமிழ் படம் அன்போடு இது எல்லாருமே நீங்கள் லவ் மூடில் பார்த்துருப்பீங்க. ஆனால் அந்த லவ் உண்மையாலுமே அந்த லவ் பிரியவே பிரியாத ஒரு லவ் அது இந்த படத்தில் இருக்குது. நானே இப்போ தான்
தான் ஃபீல் பண்ணேன். ஓ இப்படி ஒரு லவ் இருக்கு, நம்ம ஏன் தேவையில்லாம வேற லவ் எல்லாம் பண்ணி உண்மையுமே லவ்னா இதுதான். அந்த பாட்டுக்கான உண்மையான அர்த்தம் இந்த படத்துல இருக்கு. நீங்க இந்த படத்தை பார்க்கும்போது அந்த பாட்டை ஃபீல் பண்ணும்போது உண்மையாலுமே சொல்றேன், உங்க ஃப்ரெண்ட்ஸை நீங்க நினைக்கலன்னா நான் இன்னும் நடிக்கிறதே விட்டுறேன். தயவு செஞ்சு சொல்றேன், கேரளா மக்கள் எல்லாருக்கும் சொல்றேன், இல்லை வேர்ல்டு வைஸ் சொல்றேன், நான் இந்த படத்தை கண்டிப்பா பாருங்க. உங்களுக்கு பாஷை புரியலன்னா கூட யார்கிட்ட கேட்டு தெரிஞ்சுக்கங்க. இந்த படம் பாருங்க, உங்களுக்கு நீங்க கொடுக்குற காசுக்கு 100% ஒர்த்தா இருக்கும். நாங்க அவ்வளவு கஷ்டப்பட்டுக்கிறோம். அவர் சொன்ன மாதிரி தான் காலையில் 2 மணி நேரம் 3 மணி நேரம் ஷூட் பண்ணுவோம், அப்புறம் பிரேக் சொல்லுவாங்க. நான் நடிக்கும் போது அப்படிதான் நினைச்சேன், மலையாள படம் கொஞ்சம் பட்ஜெட்ல பண்ணுவாங்க, இவ்வளவு டைம் வேஸ்ட் பண்றாங்க அப்படின்னு. படம் பார்க்கும்போது அதெல்லாம் மறந்துட்டேன். இது மலையாள படமா இல்லை தமிழ் படமா இல்லை ஹாலிவுட் படமாங்கிற மாதிரி இருந்தது. உண்மையாலுமே செட் ஒர்க் எல்லாம் எது செட்டு எங்களுக்கே நம்ப முடியல. எந்த பாறையில நாங்கள் நிற்கலாம், எந்த பாட்டில் உட்காரலாம், எங்களுக்கு எதுவுமே தெரியல. நாங்கள் சேலஞ்சு பண்ண ஒருத்தர்கிட்ட 500 ரூபாய் சேலஞ்ச் பண்ணேன். இது உண்மையாக நடந்தது. 500 ரூபாய் சேலஞ்ச் பண்ணேன். ஒரு ரோடு செட்டு போட்டிருந்தாங்க. ஒரு கல் இருந்தது. அந்த கல் வந்து நான் வந்து செட்டுன்னா அது இல்லைனாரு. 500 ரூபாய் சேலஞ்சுனா உண்மையான நான் வின் பண்ண செட்டு. அது நம்ப மாட்டேங்க, அப்படி இருந்தது. தத்ரூபமாக இருந்தது. அந்த பார்க்குற அந்த மரம் கூட செட்டு தான். நீங்கள் நம்ப மாட்டீங்க, உண்மையாக அவ்வளோ கண்டிப்பாக நீங்கள் கொடுக்குற காசுக்கு ஒர்த்தாக இருக்கும் இந்த படம். எல்லாரும் தேட்டரில் போய் பாருங்க, எங்களை சப்போர்ட் பண்ணுங்க. அப்போ தான் இந்த மாதிரி படத்தை நீங்கள் கண்டிப்பாக ரெகுலராக பார்க்க முடியும். இந்த டீமும் வந்து அடுத்தடுத்து படம் பண்ணுறதுக்கு உங்களோட ஹெல்ப் ரொம்ப முக்கியமாக இருக்கும். தேங்க்யூ, நன்றி. അതെയും താണ്ടി പിടുത്തമാണ്. അത്രയും മെമ്പേഴ്സിനെ പറ്റി പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും പോയി പടം കാണാം, തിരികെ പോയി പടം കാണാം, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പക്ഷെ പറയാനുള്ളൂ. വിഷ്ണു രഘു, നമസ്കാരം. ഓക്കെ, ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. ഇന്ന് പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. സംഭവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് നോക്കണം. അങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് സിധു, സൗബിക, ഗണപതി അവർ കാരണം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് സിനിമയിൽ. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്. സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട് ചിദംബരം ഗ്രേറ്റ് ജോബ് ഇവിടെ മികച്ച സിനിമയാണ്. മലയാളത്തിൽ നല്ല ഈ ലോകത്തിൽ തന്നെ ചിദംബരം, സൗബിയും, ഷോൺ ആന്റണിയും, അജേട്ടനും, ബാസിയും, സുഷിനും, ഗണവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത്. ഇത് ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വിജയ് സാറും പറഞ്ഞതുപോലെ ഇത് ഇന്നൊരു ലോക സിനിമയായിട്ട് തന്നെ അറിയപ്പെടട്ടെ. അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ എൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ പുള്ളിനെ കണ്ടിട്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി ഫ്രൂട്ടി ലൂപ്സിലോട്ട് കയറുന്നതും. എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ പുള്ളി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഫസൽക്കായിട്ട് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ സംസാരിക്കാം. ഉണ്ട് നമ്മുടെ കുടുംബ സ്റ്റുഡിയോക്കാരനായ വിക്കി സപ്താഹമാണ്. ശബ്ദ സ്റ്റുഡിയോ മുതലാളി പ്രൊപ്പറേറ്ററുമായ വിക്കി. എന്താ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം നോർമലി ആക്ച്വലി സൗണ്ട് ഡിസൈനേഴ്സ് അതുപോലെ ടെക്നീഷ്യൻസ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറില്ല. ഞാൻ കൂടുതലും ഹിന്ദി പടങ്ങൾ ചെയ്തൊരു ആളാണ്. അപ്പം വളരെ കുറച്ച് മലയാളം പടം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സുഷിനാണ് എന്നെ ആക്ച്വലി ഈ ഒരു ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് വിളിച്ചത്. പിന്നെ ഇതുപോലുള്ള ഒരു ഡയറക്ടറിനെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യം.
അല്ല ശിശിൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ചുമ്മാ കാക്കയുടെ സൗണ്ട് ഇടാനാണ് ഞാൻ വിളിക്കുന്നത്. നല്ല പരിപാടി എന്നെ വിളിച്ചാൽ അതാണ് ശിശിനെ വിളിച്ചത്. അപ്പം എല്ലാം അടിപൊളിയായിട്ട് വന്നതിന് നല്ല ഒരു ഹാപ്പിയാണ്. അല്ല അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഒരുപാട് സിനിമകൾ മിക്സ് ചെയ്ത് ഒരുപാട് സിനിമകളിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മിക്സിംഗ് എഞ്ചിനീയറും ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ വിളിച്ചത്, ഇവിടെ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് വളരെയധികം ഒന്നുമില്ല. ചിത്രത്തിന്റെ പെട്ടാണ് ചെറിയൊരു മുന്നത്തെ പടം ചെയ്ത സൗണ്ട് ഇത് എന്താ പറയുക, മഞ്ജുമേലത്തെ വർക്ക് അല്ലെങ്കിൽ പോലും ഞാൻ മഞ്ജുമേലത്തെ ഒരു ഭാഗമാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആഘോഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ അധികം സന്തോഷം. താങ്ക് യു. ആ കോസ്റ്റ്യൂം കാരണം നമ്മളെല്ലാവരും 11 പേര് എല്ലാവർക്കും ഓരോ സെയിം ഡ്രസ്സാണെങ്കിൽ പോലും അത് ഈ പറയുന്ന 103 ദിവസം സെയിം ഡ്രസ് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് അതിന് വേണ്ടി കാരണം ഇടയിലിടയിൽ ഓരോരുത്തർ സൈസ് മാറുന്നുണ്ട് കോസ്റ്റ്യൂമിൻ്റെ. കാരണം കുറച്ച് നാളായിരുന്നു. അതിനനുസരിച്ച് നമ്മുടെ കൂടെ നിന്ന് മഷറാണ് നമ്മുടെ കോസ്റ്റ്യൂം. അതിൽ എന്തെങ്കിലും പോയിട്ടുണ്ട്. കാരണം ആ കാല സമയം, അതിൻ്റെ ഇയർ 2006 ആ സമയത്ത് വരുന്ന എല്ലാ കാര്യത്തിലും ഭയങ്കര സത്യമായിട്ടും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. ചിദംബരം സൗമിക, ഈ സിനിമയിലെ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇവർ ഈ ടൂർ പോയതിൻ്റെയൊക്കെ ഒറിജിനൽ ആൽബം ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത്. അപ്പം എന്തായിരുന്നു ആ സമയത്ത് ആ ഒരു ടൈമിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത്സുകളും വാച്ചുകൾ ഫുഡ് വെയർസ് അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ ഇതിന് ശരിക്കും ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു സാധനം ഉണ്ടായിരുന്നു ഓൾറെഡി. ആ സിനിമ തീരുന്ന സമയത്ത് കാണിക്കുന്ന ആ ആൽബം ഫോട്ടോസിൽ വരുന്ന ഫോട്ടോസാണ് ഈ സിനിമയുടെ ഒരു ടോട്ടൽ റെഫറൻസ്. അത് വെച്ചിട്ടാണ് ഈ പടം ടോട്ടലി വർക്ക് ചെയ്തിട്ടുള്ളത്. സോ സിനിമ ഹാപ്പിയാണ്, സന്തോഷമുണ്ട് സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലും വർക്ക് ചെയ്യാൻ പറ്റിയതിലും. താങ്ക് യു ചിതുഭായ്, സൗമിക. എന്നുവെച്ചാൽ ഈ പടത്തിന് മെയിൻ ചലച്ചിത്രം എന്ന് പറയുന്നത് ഈ 11 പേരെ ഒരുമിച്ച് പോസ്റ്റർ ഒറ്റ ഫ്രെയിമായിട്ട് കൊണ്ടുവരാനാണ് പറയുന്നത്. എനിക്കൊരു പ്രീ പ്രൊഡക്ഷനിൽ എന്താ പറയുക ഒരു ആൽബം തന്നു. പിന്നെ അത് ഷൂട്ട് ചെയ്യാം, നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റി. താങ്ക് യു. ഞാനീ പറഞ്ഞ സിനിമയുടെ പിന്നണി പരിപാടിയിലാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഞാനായിട്ട് ഇൻട്രാക്ടിങ് നടക്കുക അവർക്കൊക്കെയാണ് അറിയാറുള്ളത്. അപ്പോൾ ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനൊരു എനിക്കൊരു മൈൽ സ്റ്റോൺ ഫിലിമാണ് മഞ്ഞുമല എന്ന് പറയുന്നത്. കാരണം ഈ പടത്തിൽ സൗമികയിടയ്ക്ക് പരഞ്ചിയോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്, നീയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ലൈക്ക് അങ്ങനെയാണ് എനിക്കിതിൻ്റെ ആദ്യം എനിക്ക് ഡോക്യുമെൻ്ററി അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഈ സിറ്റുവേഷനിൽ നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് വേണ്ടി നമ്മൾ എന്തുവരെ പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചോളൂ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു സിനിമ വന്നാൽ ഞാൻ ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് അവർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നതും. അങ്ങനെ ഇതിനകത്ത് ടൈറ്റില് പിന്നെ എന്നിട്ട് സ്റ്റോറി ബോർഡ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്നത്. ഒരു സത്യം ഒരുപാട് നന്ദിയുണ്ട് ചിദംബരം, സൗമിക, എല്ലാവരും. പിന്നെ എന്താ പറയുക, നമുക്ക് ഒരു മൂടല്ലേ ഇങ്ങനെയുള്ള ഇത്ര അടിപൊളി ടെക്നീഷ്യന്മാരോട് നമ്മളും അതിനകത്തുണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. പടം നല്ലൊരു പടമാണ്. എൻ്റെ മനസ്സിലൊന്നല്ല, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ പടം ഒരു ഇമ്പോർട്ടൻറ്റ് സിനിമയായിട്ടുണ്ടാവും. എല്ലാവരും കാണാം. താങ്ക് യു. അത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. ഒരു നോർമൽ സൗണ്ട് ട്രാക്കിലായിരിക്കും ടൈറ്റിൽസ് കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബീജം വേണ്ടിയിട്ടായിരിക്കും കാണിക്കുക. ഇത് ആ സോങ് തന്നെ ഇപ്പൊ ടൈറ്റിൽസ് തന്നെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ആ സോങ്ങിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ട് കാണിക്കുന്നത്. അത് അങ്ങനെ എന്താണ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആരുടെ ഐഡിയ ഇരുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് സ്വതന്ത്ര പാട്ടാണ് ഉദ്ദേശിച്ചത്? അല്ല, ടൈറ്റിൽ കൺമണി അത് ആൾക്കാരത് അവരുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗുണം എന്താണ്, ആ പാട്ട് എന്താണെന്ന് റിഫ്രഷ് ചെയ്തിട്ട് പടത്തിൽ കയറ്റാൻ വേണ്ടിയാണ് അതവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ ഗ്രാഫിക്സും ആ പാട്ട്, പിന്നെ ആ പാട്ടാണ് സിനിമയുടെ ഒരു മെയിൻ കോർ. അത് കഥാപരമായാലും സ്ക്രിപ്റ്റുപരമായാലും ആ പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഒന്ന് ടീസ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് കാണിക്കുക എന്നുള്ളൊരു മനഃപൂർവ്വമായ തീരുമാനം തന്നെയായിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ, ആക്ടറായിട്ടല്ല, ആസ് എ പ്രൊഡ്യൂസർ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ബഡ്ജറ്റ് തന്നെ ആയിരിക്കും. ഒരു 2 മണിക്കൂർ മാത്രം ഷൂട്ട് ചെയ്ത് ഇത്രയും കാസ്റ്റിനെ വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ ടഫായിരുന്നു. അതായത് ഏതൊരു പോയിന്റിൽ സ്ട്രഗിൾ ചെയ്യുന്നു, ഇത് ചെയ്യുന്നത് എത്തിക്കാൻ പറ്റുമോ എന്നൊരു പോയിന്റ് തോന്നിയിരുന്നു. തുടക്കത്തിൽ ടഫാണ്. ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് മുമ്പേ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ശരിക്കും തുടങ്ങി വെച്ചാൽ എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഓർഡറില്ല. കാരണം ഇതിൻ്റെ കഥ കാരണം ഇത് റിയൽ സ്റ്റോറി ആണല്ലോ. അതിൽ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചിരുന്നെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ പുറത്തുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെറ്റിൻ്റെ ആണെങ്കിൽ പോലും അതിൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തൊരു യെസ് പറഞ്ഞാലല്ലേ എല്ലാം മുന്നോട്ട് പോകും. അപ്പോൾ അതിൻ്റെ യെസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം എന്നുള്ള ചെയ്യാം. കാരണം ഈ പറയുന്ന സംഭവം ചെയ്തു വരുന്ന മുമ്പിൽ ഇവർ വെച്ചിട്ടില്ല, ഓരോരുത്തർ വെച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ നമ്മൾ ഈ മുമ്പ് കഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞെങ്കിൽ പോലും ഈ പറയുന്ന സെയിം ക്യാരക്ടറെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാണാൻ നേരത്താണ് എന്തുമാത്രം അവർക്ക് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇതിന് വീഴുന്നിരിക്കുന്ന ആളോ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പുറത്ത് എല്ലാവർക്കും ഭയങ്കര ഇതാണ്. അതെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പിന്നെ ആലോചിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ലൈക്ക് അതെങ്ങനെ ഒരു ഫിലിമാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലും പിന്നെ അതിൻ്റെ ഒരു പിന്നെ അതായിരുന്നു. കാരണം പറവോളത്തിൽ പഠിച്ച് ഡയറക്ടറിന് ശേഷം ഇങ്ങനത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ചാക്കൂട്ട് പോലും എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റും. പക്ഷേ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പടം പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചാക്കൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കഥ തന്നെയാണ് അല്ലേ. അത് തന്നെയാണ്. ഞാനത് ഇങ്ങനെ വന്നു ചേർന്നതും ഇവരെ അറിയിപ്പിക്കുക പറഞ്ഞതിൽ വളരെ സന്തോഷം. അത് നന്നായിട്ട് വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം വിചാരിക്കാൻ. ഇവർ അനുഭവിച്ചതിൻ്റെ ഒരു 98-97% ആളുകളില്ല അത്രയും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ഈ ന്യൂസ് വരെ ചെലവാക്കി കൊടുക്കുന്നത് ഒരു ക്രിയേറ്റീവ് കൊളാബറേഷൻ ഉണ്ടായിരുന്നു. മറ്റ് ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ അധികം സംഭവിക്കാത്തൊരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് ക്രിയേറ്റീവായിട്ട്. പക്ഷെ എങ്ങനെ ഒരു ഡയറക്ടേഴ്സ് ഉണ്ടാവുന്ന ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കും. ശരിക്കും ഇത് റീമേക്കിലൂടെ റഹ്മാൻ ഞാൻ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ പറവയിൽ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാൻ തല്ലുമാളുടെയും അതുപോലെ ജീന് രണ്ടുപേരും ഇവിടെ ഇല്ല. രണ്ടുപേരും ഭയങ്കര വലിയ കൊമേഴ്ഷ്യൽ വാല്യൂള്ള ഡയറക്ടേഴ്സാണ്. അവർ രണ്ടുപേരും ലഭിച്ച ആൾക്കാരാണ്. അവർ രണ്ടുപേരും ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ട്സാണ്. കാര്യം ഇവിടെ നമുക്ക് വേണ്ടത് ഇത് ആക്ട് ചെയ്യാനുള്ള ആൾക്കാരല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. നമ്മൾ പരസ്പരം കാണേണ്ടവർക്ക് എല്ലാവരും അറിയാവുന്ന ആൾക്കാർ വേണം. ഇതേപോലെ തന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ മൂവിയിലല്ലേ അത് ഏറ്റവും വലിയ കാര്യത്തിൻ്റെ ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം രണ്ടും അത് നോക്കിയിട്ട് അതിന് ആരൊക്കെയാണ് എങ്ങനെയാണ് നമ്മളെല്ലാവരും ഓൾറെഡി കുറച്ചുകൂടി അങ്ങനെ കാസ്റ്റിങ്ങുള്ളൂ. കാരണം അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം അല്ലാണ്ട് നമുക്ക് ഒരാൾക്കൊരു ഇതാവില്ല. കാരണം ഈ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് പഞ്ച് കൊടുക്കാൻ അങ്ങനത്തെ ചെറുപ്പമില്ല അറിയില്ല എനിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഇതിനെ പോലെ ആവണം, അത് ഫിലിമിന് മുമ്പേ ആവണം. അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പരിപാടിയാണ്. ഒരു സൈഡില് ഇവരനുഭവിച്ച ഇൻസിഡന്റ്, പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു ഇമോഷൻ, അപ്പുറത്തെ സൈഡിൽ ഇതിനൊരു കൊമേഴ്ഷ്യലായിട്ട് ഒരു വിഷ്വൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അത് എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു? ശരിക്കും അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞില്ല. ശരിക്കും എനിക്ക് പോലും അതായിരുന്നു ചലഞ്ച്. അത് ചെയ്ത് സംസാരിക്കുന്നത് കുറച്ചും കൂടി. കാരണം നമ്മളിതിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പ്രതികാരം ഇപ്പോൾ ഇവർ പോലും ഫിലിങ്ങളാണ് നേരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം ഇറങ്ങാൻ മുമ്പാണെങ്കിൽ പോലും ഈ ഞങ്ങൾ ഓരോരോ ക്യാരക്ടേഴ്സും കാരണം വെച്ചാൽ ഞാനാണെങ്കിലും
ബാസിനാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ചില സീൻസിനെക്കാട്ടി മുമ്പ് ഇവരെ പേഴ്സണലി വിളിച്ച് സംസാരിക്കാറുണ്ട്. എന്താണ് ആ സമയത്ത് സംഭവിച്ചത്. അപ്പോൾ ഇത് പറയുന്ന കാര്യം വെച്ചിട്ടില്ലേ, ഒന്നും അറിയില്ല മച്ചാനെ, എന്തോ ഒരു ഇതാണോ, അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് കിട്ടുന്നില്ല. അതെങ്ങനെയാണെന്നുള്ള അത് ചിരുവിൻ്റെ വലിയ കാര്യമല്ല. ആൻസർ ചിരുവിൻ്റെ പറയുമായിരിക്കും അല്ലേ? അല്ല, ഒരു സൈഡിൽ ഇവർ അനുഭവിച്ച ഇൻസിഡന്റ്, ഈ ഒരു ഇമോഷൻ ബേസിക്കലി, അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ 11 പേരുണ്ടെങ്കിൽ 11 പേരുടെ പെർസ്പെക്റ്റീവ്, അവർ കണ്ട കാഴ്ചകൾ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ പല കഥകളായിരിക്കുമല്ലോ അവർക്ക് പറയാനുള്ളത്. അതെ, ഞാനത് പല കഥകൾ എക്സാക്ട്ലി, അതായത് ഞാൻ ഈ 11 പേര് ഫസ്റ്റ് ഇന്റർവ്യൂ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് 11 പേര് ഈ പോലീസുകാരെ രീതി പോലെ മാറ്റി ചോദ്യം ചെയ്യാന്ന് പറയുന്നത്. അവർ 11 പേര് ഇൻഡിവിജ്വൽ, ഇപ്പൊ 11 പേരുടെയും വേറെ പെർസ്പെക്റ്റീവ്, അവരെന്താണ് കണ്ടത്, അപ്പൊ അത് ഓരോരുത്തരുടെയും ഭയങ്കര സബ്ജക്റ്റീവ്. അത് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പം ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, അവർ ഒരു ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത്, അപ്പം അങ്ങനെ ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല. അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ പുള്ളിക്കാരന്റെ പെർസ്പെക്റ്റീവ് മാത്രമേ ഇവർ കാണുള്ളൂ. അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവരെ ആക്ടേഴ്സിനെ ഇനീഷ്യേറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിലേക്ക്. അതിനെ കൊമേഴ്ഷ്യലായിട്ട് ചിന്തിക്കാൻ നേരത്തെ ചോദ്യത്തിന്റെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല, സോറി. അപ്പം ഇത് കൊമേഴ്ഷ്യൽ ആക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ്. അപ്പൊ അത് കൃത്യമായ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവം വേണം. അപ്പൊ പക്ഷെ എന്നാലും കൊമേഴ്ഷ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മളത് വളച്ചൊടിക്കരുത്. അപ്പൊ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലാവും, എന്ത് വർക്കാവും, പിന്നെ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ്, അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് ടൈം, ഓൾമോസ്റ്റ് ഇയർ ടു അറൈവ് ടു ദ സ്ക്രിപ്റ്റ്. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഇപ്പം ഗണപതി ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ 11 പേരും എൻറ്റയർലി ഡിഫറെന്റ്, ഇവരിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പം ഈ മാനറിസം ഒക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇവരിൽ നിന്നും? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ മാത്രം കൊടുത്തു. അപ്പൊ അത് 2 ദിവസം കാണുമ്പോൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് അവർക്ക് മനസ്സിലാവും എന്താണ് ട്രേറ്റ്, എന്താണ് എന്നുള്ള പരിപാടി മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രോസസ് അച്ചീവ് ചെയ്തത്. പിന്നെ ഫുള്ളായിട്ട് അതിലേക്ക് പോകാനും പറഞ്ഞില്ല, കാരണം പകുതിയാണ്, പകുതി ഇവരും പകുതി അവരും, അങ്ങനത്തെ ഒരു ബ്ലെൻഡിലാണ് പരിപാടി പോകുന്നത്. നോർമലി ഇതൊരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തൊരു സംഭവമാണല്ലോ. അപ്പോൾ റിയൽ ഇൻസിഡന്റ് വേണം. അപ്പോൾ ഒരു സിനിമയിലേക്ക് ആകുമ്പോൾ ഒരു സിനിമാറ്റിക് എലമെന്റ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടൊരു ഫാന്റസി എലമെന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ, അതോ എന്തെങ്കിലും റിയൽ ആയിട്ട്? അത് ഞാൻ പറയില്ല, കാരണം അത് പറഞ്ഞാൽ പോയില്ലേ. അല്ല, അതിന് വേണ്ടിയിട്ട് റിയൽ ഇൻസിഡന്റ് എന്തെങ്കിലും കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു? ഒന്നും കളഞ്ഞിട്ടില്ല. ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാണിക്കണം. അതിൽ നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല. ഈ സിനിമ ചെയ്തിരുന്ന സമയത്ത് ബാസിന് പറയുന്നുണ്ടായി, അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയമായിരുന്നു ബാസിയുടെ. അപ്പോൾ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ പ്രൊഡ്യൂസർ ഇതൊരു എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിരുന്നു? അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിൻ്റെ അവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ബാസി ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന പടം വേറെ അയക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ നിൽക്കുന്നത്. ഇത് ബാസി പറഞ്ഞൊരു ഒരു ഭയങ്കര ആൻസർ ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് കുറച്ച് കൂട്ടുകാരുണ്ടാവും. അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്നത്. ഞങ്ങൾ 1 കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യമായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും, കാരണം ഏറ്റവും അവസാനം പറഞ്ഞ ബാസി കേട്ടോ, അപ്പോഴും നമ്മൾ ശരിയാവുമ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ട്. അപ്പോഴാണ് മറ്റേ ഇതാണ് എൻ്റെ ഒരു ബ്ലോക്കേജ്. അപ്പോൾ നമ്മൾ അങ്ങനെ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. കാരണം പരസ്പരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവര് റോയിൽ പോകുന്ന നേരത്തായിരിക്കില്ല, ഇവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു മരം പോലെയാണ്
കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധനം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിൻ്റെ ഓരോ ചില്ലുകൾ പോലെയുള്ള ഓരോ ഫേസുകൾ മാറണം, ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പോൾ ഇവനെ വിളിക്കും ഇതിപ്പോൾ മറ്റുള്ളയോ എന്തായി ഇല്ല ഡേറ്റില്ല, കാരണം നമുക്ക് എല്ലാവരും കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരും കിട്ടണം, പക്ഷെ ഡേറ്റില്ല. അങ്ങനെ തന്നെ പോയി ഏറ്റവും അവസാനം കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ബോയ്സിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പാസ് ചെയ്തതാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവൻ്റെ കറക്റ്റായിട്ട് ഇമോഷൻ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കളെന്ന് പറയുന്നത്.